ഹലോ മിസ്റ്റർ രവി, ഒരു പെൺകുട്ടിയുടെ ഭാവിനെ ഓർത്താണ് ഞങ്ങൾ ഇങ്ങനെ തുടർച്ചയായി നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഫോൺ കട്ട് ചെയ്തതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് പറയാനുള്ള സത്യങ്ങൾ ഇല്ലാതാവുന്നില്ല. ഇനിയെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. പ്ലീസ്. കേൾക്കാന്ന് പറഞ്ഞു. ഹലോ ഹലോ മിസ്റ്റർ രവി, ബിബീഷ് ബാലൻ എന്ന നീചനും സ്ത്രീലമ്പടനും അക്രമകാരിയും സർവോപരി മയക്കുമരുന്നിന് അടിമയുമായ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ മകൾക്ക് വേണ്ടി കണ്ടെത്തിയതെന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ്. നീലച്ചടയനടിച്ച് നീലാകാശത്ത് പാറി നീലചിത്രങ്ങൾ കണ്ട് നിലാവിൽ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു നികൃഷ്ട ജീവിക്ക് താൻ താലോലിച്ചു വളർത്തിയ സ്വന്തം മകളെ കൈപിടിച്ചേൽപ്പിക്കാൻ മാത്രം ക്രൂരനാണോ രവീന്ദ്ര ഹോട്ടൽ മുതലാളി മിസ്റ്റർ രവീന്ദ്ര തൈക്കാട്ടിൽ? എന്തോ ഡയലോഗാന്നറ. അല്ല, ഈ കല്യാണം മുടക്കുന്നോണ്ട് നിങ്ങൾക്കെന്നാ ലാഭം? ലാഭം നിങ്ങൾ ഞെട്ടിപ്പൊട്ടാൻ പോകുന്ന ഒരു വലിയ സത്യമാണ് ഇനി ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ആ പറയ്, ഞാൻ ഞെട്ടട്ടെ. മംഗലാപുരം കേന്ദ്രീകരിച്ച് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്സ് മാഫിയയിലെ അംഗമാണ് ഈ പറഞ്ഞ ബിബീഷ് ബാലൻ. മംഗലാപുരം നോർത്ത് സ്റ്റേഷനിലെ കുന്നുകൂടി കിടക്കുന്ന അനേകം കേസുകളിൽ ഈ ബിബീഷ് ബാലന് പങ്കുണ്ട്. കഴിഞ്ഞ അടുത്തത് വയ്ക്കല്ലേ ഒരു മിനിറ്റ്. അയ്യോ മനെ, നിങ്ങൾ വളരെ വലിയൊരു മനുഷ്യനാണ്. നിങ്ങളുടെ പ്രായവും പക്വതയൊന്നും എനിക്കില്ല. എല്ലാരെയും പോലെ തന്നെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. ഒരു ദിവസം അപ്രതീക്ഷിതമായി എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത തകർക്കാൻ ബിബീഷ് ബാലൻ എന്ന യുവാവ് കടന്നു വന്നു. അയാൾ എന്നോട് നിർത്ത്. ഈ പടം ഞാനും കണ്ടിന്യൂ. നിങ്ങളിപ്പോ എവിടെന്നാ വിളിക്കുന്നത്? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. ഞാൻ ഇവിടെയുള്ള ആളല്ല. എന്റെ വീടങ്ങ് തിരുവനന്തപുരത്താണ്. മംഗലാപുരം പഠിക്കുമ്പോൾ അറിയാന്നല്ലാണ്ട്. അപ്പൊ നിങ്ങൾ കണ്ണൂരല്ല? ഏടുന്ന് ഞാൻ ജനിച്ചതും വളർന്ന് ഇപ്പൊ നിൽക്കുന്ന എല്ലാം തിരുവനന്തപുരത്താണ്. ഇതുവരെ ഞാൻ കണ്ണൂർ പോയിട്ട് പോലുമില്ല. മുത്തപ്പനാണ് സത്യം. ഇപ്പൊ കറക്റ്റ് മനസ്സിലായി. ഓ ശരി ശരി ശരി. സ്ഥലം മാറ്റി പറഞ്ഞത് ബുദ്ധിയായില്ലേ? എങ്ങനെയുണ്ട് എന്റെ കെണി? നന്നായിട്ടുണ്ട്. എന്റെ കിരണെ, കോപ്പി അടിക്കാത്ത ഒരു സീനെങ്കിലും നിന്റെ സ്ക്രിപ്റ്റിലുണ്ടാ? ഇത് അനാശയം പറഞ്ഞാണല്ലോ. ഇത് ഇൻസ്പയർഡ് ബൈയാന്ന് ചങ്ങായി. ഉണ്ട. മുത്തപ്പൻ, തിരുവനന്തപുരം. ഞാൻ എഴുതിയ കഥാപാത്രം ഇത്ര മണ്ടനായിരുന്നില്ല അഭിയേട്ട. ഭവിഷ്യ, നീ കുറെ നേരമായി പുറത്ത്? ഇല്ലപ്പാ, ഞാനിപ്പോ വന്നില്ല. എന്തേ? ഒന്നുമില്ലപ്പ. എന്താന്ന് പ്രത്യേകിച്ച്? അത് ഈ തിരക്കിന്റെ ഇടയിൽ അത് നാളെ കേട്ട എന്റെ പ്രീ വെഡിങ് ഷൂട്ടാണ്. ഏടുന്ന സംഭവം? ഇടുന്നാ കൂമാൻ കണ്ടതെന്ന്. നിങ്ങെല്ലാം വാ, നിങ്ങൾ എടുക്കാനും പിടിക്കാനും ഉണ്ടാവും. പൊളിക്കാൻ മക്ക്. പിന്നെ പൊളിക്കണം. ഞാൻ വട്ടെന്നാലേ. ശരി എന്നാലേ. ശരി. അല്ല, ഈ ഫോൺ എന്താ പുതപ്പിച്ചെടുത്തീനി? പനിച്ചിട്ടാണ് കിരണ. വഴിയുണ്ടാക്കാം. സ്ക്രിപ്റ്റിൽ കുറച്ച് തിരുത്തലുകൾ വേണ്ടി വരും. അപ്പൊ സീൻ കണ്ടം.